അപ്പോൾ അതേ വൈകുന്നേരത്തേക്ക് നമുക്ക് ഡിന്നർ പരിപാടിയൊക്കെ തുടങ്ങാം. സിമ്പിൾ മീൻ കറിയും നമുക്ക് ക്യാബേജ് തോരനും വെക്കാം. ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചട്ടി ചൂടായി, എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉലുവായും കടുകും ഒക്കെ ഇട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മൂപ്പിച്ച് മുളക് പൊടിയും കാശ്മീരി പൊടി സാധാ മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ മീൻകറിയും വെച്ച് ക്യാബേജ് തോരൻ ടിറ്റോ ചേട്ടൻ അപ്പുറം അരിയുന്നുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. പകുതി മുറിച്ചാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പകുതി പോയി കൊണ്ട് അരിയുന്നു. ഞങ്ങൾക്ക് തോരൻ ഭയങ്കര നിർബന്ധമാണ്. അപ്പോഴത്തേക്ക് മീൻകറിയൊക്കെ വെച്ച് സെറ്റാവുകയാണ്. അപ്പോൾ രാവിലെ കറിയൊന്നും ഉള്ളതൊക്കെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോയി. അപ്പോൾ വൈകിട്ടത്തേക്ക് മീൻ മേടിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ മേടിച്ചോളൂ. കരിയാപ്പില ഞങ്ങൾക്കില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല. ഇപ്പോൾ അപ്പുറത്തെ ആൻറ്റി ഞങ്ങൾക്ക് കരിയാപ്പില തന്നു. അത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ ഊരി വെച്ച് പാത്രത്തിനകത്ത് ഫ്രിഡ്ജിനകത്താക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പൊട്ടി, അടിപൊളിയായിട്ട് നല്ല ഉലുവായും കടുകും നന്നായി പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു കയ്പ്പുണ്ടാവും അത് കടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് മീൻകറി സെറ്റാക്കാം. അങ്ങനെ ദേ പൊടികളെല്ലാം കുടഞ്ഞ് നന്നായിട്ട് ചെറു തീയിൽ നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ അതിൻ്റെ പച്ചമണം മാറത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എണ്ണ തെളിയുന്നിടം വരെ ഇങ്ങനെ തിളപ്പിക്കണം. അന്നേരം നമുക്ക് മീൻ കറിക്കൊരു ടേസ്റ്റ്, നല്ലതായിട്ട് കൊഴുപ്പും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ചിലവർ മീൻ കറിക്കകത്ത് ചെറിയ ഉള്ളി അരച്ച് ചേർക്കും, കൊഴുപ്പില്ല. പക്ഷെ പെട്ടെന്ന് വളിച്ച് പോകുന്നതിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്യാബേജ് തോരനും കൂടെ വെക്കാവേ. ക്യാബേജ് അങ്ങനെ ക്യാബേജ് തോരനുമായി നമ്മുടെ വൈകിട്ടത്തെ ഡിന്നറിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്.